ഞങ്ങൾ സംസാരങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ ബേസിൽ ഭയങ്കര തിരക്കുള്ള നടനായിരിക്കുന്നു. ബേസിൽ ഇനിയും തിരക്കുള്ള നടനാവും. പക്ഷെ നമുക്ക് അപ്പോൾ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധായകനെ നഷ്ടപ്പെടാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുഷ് ചെയ്ത് അവനെ അടുത്ത ഒരു പടത്തിൽ എന്തായാലും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മരണമാസം എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ബേസിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഡിറക്ഷൻ പ്ലാൻ ഉണ്ട് ബേസിലിന്. മലയാളത്തിൽ നിന്നുകൊണ്ട് മലയാളത്തിൽ ഏറ്റവും നല്ല എനിക്ക് പറ്റിയ സിനിമകൾ ഉണ്ടാകുന്നു, എനിക്ക് ചെയ്യാൻ കൊതിയുള്ള തരം സിനിമകൾ മലയാളത്തിൽ തന്നെ ഉണ്ടാകുന്നു. അത്രയും എനിക്ക് കൊതിയുള്ള തരം സിനിമകളല്ല മറ്റ് പല ഇൻഡസ്ട്രികളിലും ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പോകണം. പക്ഷെ എനിക്ക് പൈസ കൊണ്ട് അത്രയ്ക്കും ഭയങ്കര ആവശ്യങ്ങളില്ല. എൻ്റെ ആവശ്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ഇവിടുന്ന്. ഞാൻ അങ്ങനെ ഭയങ്കര അംബീഷ്യസ് അല്ല. മലയാളത്തിൽ നിന്നുകൊണ്ട് സിനിമ ചെയ്തിട്ട് മറ്റെല്ലാ നാട്ടുകാരെയും ഇങ്ങോട്ട് ആകർഷിക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ സിനിമാക്കാർ റിവ്യൂകളെ പ്രൊമോഷന് വേണ്ടിയിട്ട് വരെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് കട്ട്സ് ഇട്ടിട്ട് അപ്പോൾ പിന്നെ റിവ്യൂസിനെ അങ്ങനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നതിൽ കാര്യമില്ല. ഞാൻ ഈ വ്യക്തിഹത്യനെ മാത്രമേ ഞാൻ അന്നും ഇന്നും എതിർക്കുന്നുള്ളൂ. എൻ്റെ ആവശ്യമില്ല, വ്യക്തിഹത്യയില്ലാതെയും ഈ കാര്യങ്ങൾ പറയാം. എന്തോരം വിമർശനങ്ങളാണ്, എന്ത് രസമാണ് അത് കേൾക്കാൻ എന്നാരും ചിന്തിക്കില്ല. വിമർശനങ്ങൾ നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാക്കുന്നതാണ്. അത് ആ വിഷമം ഉണ്ടാക്കുന്നത് നമുക്ക് ഇനി എങ്ങനെ വർക്ക് ചെയ്യാം, അങ്ങനെയാണ് നമ്മളതിനെ ചാനൽ ചെയ്യേണ്ടത്. അല്ലാതെ ഈ വിമർശനങ്ങൾ കൊണ്ട് നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് പണി നിർത്തി പോയി കഴിഞ്ഞാൽ അത് ദോഷഫലമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ARM എല്ലായിടത്തും ഭയങ്കരമായിട്ട് സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒമാനിലും വിദേശ രാജ്യങ്ങളിലും സിനിമ സ്വീകരിക്കപ്പെടുന്നുണ്ട്. മറ്റ് മുമ്പില്ലാത്തതിനേക്കാളും കൂടുതൽ മലയാള സിനിമ വിദേശ രാജ്യങ്ങളിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട്. ആ ഒരു ഇതിനെ എങ്ങനെയാണ് ടോവിനോ എന്നൊരു സിനിമാക്കാരൻ നോക്കുകയാണ്? 100% സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം ഇപ്പം എല്ലാ സിനിമയ്ക്കും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അറിയില്ല. പക്ഷേ ആൾക്കാർ ഈ വർഷം തന്നെ എത്ര സിനിമകളാണ് ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെട്ടത്. അതിനകത്ത് വലിയ ഒരു എന്താ പറയുക സ്വീകരണം, അതായത് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ കൂടുതൽ ആൾക്കാർ വന്ന് കാണുന്നത് കൂടുതലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലും അതുപോലെ ഈവൻ UK US അവിടെ നിന്നൊക്കെയാണ് ഈ വരുമാനം ഭയങ്കരമായിട്ട് വരുന്നത്. കളക്ഷനൊക്കെ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നാട്ടിൽ കിട്ടുന്നതിൻ്റെ അത്രയും തന്നെ റെസ്റ്റ് ഓഫ് ദി വേൾഡിൽ നിന്നും കിട്ടുന്നു എന്ന് പറയുന്നത് അത് ഭയങ്കര നല്ലതാണ്. കാര്യം അവിടെയൊക്കെ നമ്മളെ ഒരു മലയാളി ഡയസ്പോറ ഉണ്ട്. അവർ വഴി മലയാളീസ് അല്ലാത്ത നോൺ മലയാളീസും സിനിമകൾ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിനിമകൾ പണ്ടത്തേനേക്കാളും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നു. നമ്മുടെ സിനിമകളുടെ ക്വാളിറ്റി എന്നും നമ്മളൊരു മിനിമം ക്വാളിറ്റി മലയാള സിനിമ കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അത് നമുക്ക് എപ്പോഴും പാളിപ്പോകുന്നത് ഈ മാർക്കറ്റിങ്ങും അതുപോലെ ഡിസ്ട്രിബ്യൂഷനും പോലുള്ള കാര്യങ്ങളിലാണ്. അത് നമ്മളിപ്പോഴും ഇപ്പോൾ ARM പോലും അത് പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇനിയും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് സ്കോപ്പ് ഉണ്ട്. മലയാളത്തിലെ അങ്ങനത്തെ ഒരു ക്വാളിറ്റി കോണ്ടന്റ് നമുക്ക് ഒരു സ്ട്രോങ്ങർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പം ARM ഒക്കെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് ആവണം എന്നുള്ളതായിരുന്നു. മറ്റു ഭാഷകളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയൊക്കെ അവരുടെ കൂടെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതും ഞാൻ പറയുകയാണെങ്കിൽ അത് ഒരു സിനിമ കൊണ്ട് സംഭവിക്കുന്നതല്ല. നിരന്തരമായിട്ട് അങ്ങനെ ചെയ്ത് നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ ഇപ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ സിനിമ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കരഞ്ഞു പോയൊരു കുട്ടീന്ന് 3 കഥാപാത്രങ്ങൾ വരെ ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ജൂഡാനി പറഞ്ഞു മലയാളത്തെ ക്രിസ്ത്യൻ ബെയിലാണ് ടോവി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു യാത്ര ടോവി എങ്ങനെ ഒരു വിലയിരുത്തിക്കുമല്ലോ. ഇപ്പോൾ 3 കഥാപാത്രങ്ങൾ വരെ എത്തുന്ന ഇതിലേക്ക് സിനിമയിലേക്ക് എത്തി. ടോവി എങ്ങനെയാണ് അതിനൊരു വിലയിരുത്തിയിട്ടുള്ളത്? ഒരു മൊത്തം ഒരു ഇതൊക്കെ അല്ല, ഞാനത് എനിക്ക് വേറെ അങ്ങനെ മറ്റ് മേഖലകളിൽ വലിയ അറിവോ ഒന്നുമുള്ള ആളല്ല. എനിക്ക് കുറച്ചെങ്കിലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നത് സിനിമയും അത് ചെറുപ്പം മുതലേ ഇൻട്രസ്റ്റ് കൂടുതലുണ്ടായിട്ടുള്ളത് സിനിമയാണ്. അപ്പോൾ സിനിമയുടെ മുന്നണിയിലും പിന്നണിയിലുമുള്ള ആൾക്കാർ, അവരുടെ അച്ചീവ്മെൻറ്റ്സ്, ഇതൊക്കെയാണ് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. കൂടുതൽ ഈ സിനിമാ വാരികകളിൽ നിന്നുമൊക്കെ. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷവും കൂടുതലായിട്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ടാണ് അറിയുന്നത്. ഇപ്പോൾ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് അഭിനയിക്കാൻ അറിയുമോ എന്ന് എനിക്ക് പോലും അറിയാത്തൊരു സമയത്താണ് ഞാൻ അവിടെ വരുന്നത്. വന്നതിന് ശേഷമാണ് പഠിക്കുന്നത്. വന്നതിന് ശേഷം നമ്മൾ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ, കൂടെയുള്ള ടെക്നീഷ്യൻസ്, ഡയറക്ടേഴ്സ് തുടങ്ങി ഇവരിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ഇവരെല്ലാവരിൽ നിന്നും ഒരു നല്ല കാര്യം പഠിച്ചാൽ തന്നെ നമ്മൾ ഭയങ്കര സംഭവമായി പോകും. അപ്പോൾ അത്രയും കഴിവുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ട്. അപ്പോൾ നമുക്കതിനുള്ള സാഹചര്യമുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കോട്ടാണ് നമ്മളുടെ മൈക്കിൾ ജോർദൻ പറയുന്നത്, എന്നേക്കാൾ കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കും, പക്ഷെ ഞാൻ എടുക്കുന്ന പണി അവരെടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ടോപ്പിൽ നിൽക്കുന്നത്. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഞാൻ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അച്ചീവ് ചെയ്തെന്നല്ല ഞാൻ പറയണേ, പക്ഷെ അത് ആ ഒരു കോട്ട് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്.
നമുക്ക് ലൈഫിൽ നമ്മുടെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കഴിവായിട്ടായിരിക്കും ജനിച്ച് വീഴുന്നത്. എല്ലാ കഴിവുകളും തികഞ്ഞ ആരും ജനിച്ച് വീഴുന്നില്ല, ഒരു കഴിവില്ലാതെയും ആരും ജനിച്ച് വീഴുന്നില്ല. അപ്പോൾ ബാക്കി നമ്മൾ അക്വയർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഞാനും ഈ പറഞ്ഞ പോലെ സിനിമയിൽ വന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഞാനും ഓപ്പൺ ആയത്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് യൂണീക്കായിട്ട് നിൽക്കാൻ പറ്റും. മിന്നൽ മെലഡി 2-നെ പറ്റി ബേസിൽ സംസാരിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും? ഞങ്ങൾ സംസാരങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ ബേസിൽ ഭയങ്കര തിരക്കുള്ള നടനായിരിക്കുന്നു. ബേസിൽ ഇനിയും തിരക്കുള്ള നടനാവും. പക്ഷെ നമുക്ക് അപ്പോൾ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധായകനെ നഷ്ടപ്പെടാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുഷ് ചെയ്ത് അവനെ അടുത്ത ഒരു പടത്തിൽ എന്തായാലും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മരണമാസം എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ബേസിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഡിറക്ഷൻ പ്ലാൻ ഉണ്ട് ബേസിലിന്. പക്ഷെ എനിക്കൊന്ന് മരണമാസം, സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമകളിലൊക്കെ ബേസിലിൻ്റെ നമ്മൾ ഇത്രയും കാലം കാണാത്ത പെർഫോമൻസസ് കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും. നല്ല ഗംഭീരമായിട്ട് ആസ് ആൻ ആക്ടർ ഭയങ്കര ബിസി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴത്തേക്ക് ഈ ഡിറക്ഷൻ തീർത്തിട്ട് നമ്മൾ ഇനിയും അഭിനയിക്കണം. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് മിന്നൽ മുരളി 2 അല്ല ഡിറക്ഷൻ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിന് ശേഷം മിന്നൽ മുരളി 2 ചെയ്യണമെന്ന് നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. അന്ന് തിയേറ്റർ കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു OTT വന്നതിന് ശേഷം. ഞാൻ കാണുന്നത് വെച്ചാൽ ഞാൻ അതിൽ കാണുന്ന മിന്നൽ മുരളി 2 പോലൊരു സിനിമ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ 30 കൺട്രീസിലെ ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിരിക്കുന്നത് അതിനാണ്. ആ സമയമാകുമ്പോഴത്തേക്കും ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ, അവിടെയുള്ള സിനിമ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അവരിലേക്ക് എത്തിക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിന് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തിയേറ്റേഴ്സിലും കൂടെ റിലീസ് ചെയ്യുന്ന, ഇപ്പോൾ ഹോളിവുഡിലൊക്കെ അങ്ങനത്തെ സിനിമകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് സൈമൾട്ടേനിയസ്ലി. ഇപ്പോൾ റെഡ് നോട്ടീസ് എന്നുള്ള ഡ്വെയ്ൻ ജോൺസന്റെ പ്രൊഡക്ഷനിൽ ഡ്വെയ്ൻ ജോൺസണും റയാൻ റെയ്നോൾഡ്സും ഒക്കെ അഭിനയിച്ചൊരു സിനിമയുണ്ട്. അത് സൈമൾട്ടേനിയസ്ലി തിയേറ്ററിലും നെറ്റ്ഫ്ലിക്സിലും റിലീസ് ചെയ്തതാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കാണേണ്ടവർക്ക് കാണാം, തിയേറ്ററിൽ കാണേണ്ടവർക്ക് അങ്ങനെ കാണാം. ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിക്കാൻ പറ്റാത്ത രാജ്യങ്ങളിൽ പോലും ആൾക്കാർക്ക് ഇറങ്ങുന്ന അതേ ദിവസം തന്നെ നെറ്റ്ഫ്ലിക്സിൽ കാണാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഹൈബ്രിഡ് റിലീസാണത്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മിന്നൽ മുരളി 2-ന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക നമ്മളൊക്കെ. ഇനിയിപ്പോൾ ആ ഹൈബ്രിഡ് റിലീസ് പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടുപിടിച്ച് അവിടെ മിനിമൽ നമ്പർ ഓഫ് തിയേറ്റേഴ്സിലെങ്കിലും എത്തിക്കാനൊക്കെ പറ്റണം. അങ്ങനെയൊക്കെ വലുതായിട്ട് ചിന്തിച്ചെങ്കിൽ മാത്രമേ മിന്നൽ മുരളി 2 പോലെ സിനിമകളൊക്കെ ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് എനിക്ക് മലയാളത്തിൽ നിന്നുകൊണ്ട് മലയാളത്തിലെ ഏറ്റവും നല്ല എനിക്ക് പറ്റിയ സിനിമകൾ ഉണ്ടാവുന്നു, എനിക്ക് ചെയ്യാൻ കൊതിയുള്ള തരം സിനിമകൾ മലയാളത്തിൽ തന്നെ ഉണ്ടാവുന്നു. അത്രയും എനിക്ക് കൊതിയുള്ള തരം സിനിമകളല്ല മറ്റ് പല ഇൻഡസ്ട്രികളിലും ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പോകണം. പക്ഷെ എനിക്ക് പൈസ കൊണ്ട് അത്രയ്ക്കും ഭയങ്കര ആവശ്യങ്ങളില്ല. എൻ്റെ ആവശ്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ഇവിടെ നിന്ന്. ഞാൻ അങ്ങനെ ഭയങ്കര അംബീഷ്യസ് അല്ല. മലയാളത്തിൽ നിന്നുകൊണ്ട് സിനിമ ചെയ്തിട്ട് മറ്റെല്ലാ നാട്ടുകാരെയും ഇങ്ങോട്ട് ആകർഷിക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ഞാൻ അന്യഭാഷാ സിനിമകൾ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. പക്ഷെ അതൊരു അങ്ങനത്തെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു പ്രൊജക്റ്റും ഞെട്ടിക്കുന്ന ഒരു ക്യാരക്ടറും ഒക്കെ വരുമ്പോഴല്ലാതെ ഞാൻ ഇവിടെയുള്ള എൻ്റെ ലൈനപ്പിലുള്ള സിനിമകൾ ബ്ലോക്ക് ചെയ്ത് വെച്ച് അവിടെ പോയി ഞാൻ കുറച്ച് ദിവസം ചെയ്യണമെങ്കിൽ എന്നെ അത്രയും കൊതിപ്പിക്കുന്ന സിനിമകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ ഇവിടെയുള്ള ഒരു 3-4 സിനിമ എഫക്റ്റഡ് ആവും ഞാൻ അവിടെ പോയിട്ട് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത്. നടൻ ഭരത് ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഈ കൂതറ എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് പെട്രോൾ അടിക്കാൻ പോലും ടൊവിനോയുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒരു സിനിമാ നടനിൽ നിന്ന് ഒരു സിനിമ പ്രൊഡ്യൂസറിലേക്ക് ടൊവിനോ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതുവരെയുള്ള ഒരു യാത്ര എത്രത്തോളം സങ്കീർണമായിരുന്നു? വളരെ സങ്കീർണമായിരുന്നു. പക്ഷെ ഇപ്പോൾ പെട്രോൾ അടിക്കാൻ കാശുണ്ട് എന്ന് പറയണതാണ്. അല്ല, സങ്കീർണമായിരുന്നു എന്ന് വെച്ചാൽ ആൾക്കാർ കാണുന്നത് നമ്മൾ എന്താണോ പുറത്തേക്ക് കാണിക്കുന്നത് അത് മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ. നമ്മൾ കരഞ്ഞുകൊണ്ടുള്ളൊരു സെൽഫി പോസ്റ്റ് ചെയ്യില്ലല്ലോ, ചിരിച്ചുകൊണ്ടുള്ളൊരു സെൽഫി അല്ലേ പോസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സക്സസ്സുകളല്ലേ പുറത്തേക്ക് കാണിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ ട്രിക്ക് കാണിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ ഈ ബോട്ടിൽ ഇങ്ങനെ കറക്കിയിട്ട് അത് നേരെ വന്ന് നിൽക്കുന്നത്, അപ്പോൾ ഒറ്റ ഏറിൽ അത് വന്നിങ്ങനെ നിൽക്കുന്നത് വരെയല്ലേ ആൾക്കാർ കാണുന്നുള്ളൂ. അതിന് മുമ്പത്തെ ഫെയിൽഡ് അറ്റംപ്റ്റ്സ് ഒരു ആരും കാണുന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നു ആളുകൾക്ക് അതിൻ്റെ ഒരു എത്രത്തോളം ഇതിൻ്റെ പിന്നിലുള്ള ഒരു വർക്ക് നടക്കുന്നുണ്ടെന്ന് അറിയില്ല. കാര്യം റിസൾട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതിന് മുമ്പത്തെ ഫെയിൽഡ് അറ്റംപ്റ്റ്സും വീണ്ടും വീണ്ടുമുള്ള ശ്രമവും ചിലപ്പോൾ ആളുകൾ കാണാത്തപ്പോൾ ഇതൊന്ന് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് എന്ന് തോന്നുമായിരിക്കും. പക്ഷേ എനിക്ക് നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് വരെ ഉണ്ടായിട്ടുള്ള അതാണ്. അപ്പോൾ ഞാനിതിന് ഒരിക്കലും അങ്ങനെ എളുപ്പമുള്ളൊരു പരിപാടിയാണെന്ന് ആൾക്കാർ പറഞ്ഞതിന് സമ്മതിച്ച് കൊടുക്കില്ല. അതൊന്നും ഇവർ അറിയേണ്ട കാര്യമില്ല. ഓൺ സ്ക്രീനിൽ എന്താണോ കാണുന്നത് അത് മാത്രമാണ് ആൾക്കാർക്ക് അറിയേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇതിന് ബിലിറ്റിൽ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്ന് പറയുന്നത്. മാത്രമല്ല ഇത്
നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം, ഡേറ്റ് മാനേജ് ചെയ്യണം, നമ്മൾ ശമ്പളം പറയണം, പറഞ്ഞാൽ തരണമെന്ന് നിർബന്ധമില്ല, പറഞ്ഞ പൈസ തരണമെന്ന് നിർബന്ധമില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ ഒരു 1000 പേര് വന്നാലും 1000 പേരും കൂടെ നിന്ന് സെൽഫി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് നടക്കില്ല. കാര്യം അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അവർക്കും അതിനുള്ള സമയം വേസ്റ്റ് ചെയ്യാനുണ്ടാവില്ല, എനിക്കും അതിനുള്ള സമയം വേസ്റ്റ് ചെയ്യാനുണ്ടാവില്ല. പിന്നെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ മാനേജ് ചെയ്യാനുണ്ടാവും. പിന്നെ നമ്മൾ ഇതെല്ലാം പുറമെ നമ്മൾ നമ്മുടെ പണിയും ചെയ്യണം. ഇത് ഞാനീ പറഞ്ഞ പോലെ ആളുകൾ മാനേജ് ചെയ്യുന്നതോ ഡേറ്റ് മാനേജ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ ശമ്പളം ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതോ അല്ല എൻ്റെ പ്രധാനപ്പെട്ട ജോലി. എൻ്റെ പ്രധാനപ്പെട്ട ജോലി അഭിനയമാണ്. പക്ഷേ ആ പ്രധാനപ്പെട്ട ജോലി അഭിനയം അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ ആൾക്കാരെ ഡീൽ ചെയ്യുന്നതൊന്നും ഞാൻ അത്ര അതിനൊരു എഫേർട്ട് എടുക്കേണ്ടി വരുന്നതാണ്. ആ എഫേർട്ട് എടുക്കുമ്പോൾ അത് ഇവിടുത്തെ ശ്രദ്ധ പോവാതിരിക്കാനായിട്ട് ഇപ്പം എൻ്റെ ചേട്ടനും എൻ്റെ മാനേജറൊക്കെ കൂടിയിട്ട് എൻ്റെ അടുത്ത് ഈ പണിയെടുത്താൽ മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറ്റുന്നത് തന്നെ. പിന്നെ നമ്മളെ സക്സസ് സെലിബ്രേഷൻ പറഞ്ഞു വിമർശനങ്ങളെ ക്രിയാത്മക വിമർശനങ്ങളെ സ്വാഗതം ചെയ്യും, ഒരു വിഷയമല്ല. പക്ഷേ പലപ്പോഴും പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്കുള്ളത് ഞങ്ങൾ നെർമൈൻഡ് ചെയ്യില്ല. ഈ സിനിമകൾ കാണുമ്പോൾ റിവ്യൂകൾ കണ്ടമാനം വരുന്നു, അല്ലെങ്കിൽ നമ്മളതായി കഴിഞ്ഞു. ഈ റിവ്യൂകളൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓൺലൈൻ റിവ്യൂകളൊക്കെ എങ്ങനെ രീതി? അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമാക്കാർ റിവ്യൂകളെ പ്രൊമോഷന് വേണ്ടിയിട്ട് വരെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് കട്ട്സ് ഇട്ടിട്ട് അപ്പോൾ പിന്നെ റിവ്യൂസിനെ അങ്ങനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നതിൽ കാര്യമില്ല. ഞാൻ ഈ വ്യക്തിഹത്യനെ മാത്രമേ ഞാൻ അന്നും ഇന്നും എതിർക്കുന്നുള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. വ്യക്തിഹത്യ ഇല്ലാതെയും ഈ കാര്യങ്ങൾ പറയാം. പിന്നെ ഇതിനെപ്പറ്റി കുറച്ചും കൂടെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടൊന്ന് റിസർച്ച് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ കാണുന്നവർക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എനിക്കും ഭയങ്കര താല്പര്യമുണ്ട് അങ്ങനെയുള്ളപ്പോൾ. ഞാനത് സിനിമേനെ പറ്റിയിട്ട് നല്ല വിവരമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ആൾക്കാരോടും, എന്നാൽ സിനിമേനെ പറ്റിയിട്ട് അത്രയും വിവരമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാത്ത, എന്നാൽ കുറച്ച് ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും അഭിപ്രായങ്ങൾ അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ എന്നോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ പറയുന്ന ഒരു അഭിപ്രായത്തിന് എനിക്ക് അങ്ങനെ മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാര്യം എന്നോടുള്ള സ്നേഹം അതിനെക്കുറിച്ച് ബയാസ്ഡ് ആക്കിയേക്കാം. എന്നോട് ഭയങ്കര ദേഷ്യമുള്ള ഒരാൾ പറയുന്നതും എനിക്ക് എടുക്കാൻ പറ്റില്ല, അത് നേരെ വിപരീത ഫലം ഉണ്ടാവും. അപ്പോൾ എനിക്ക് അങ്ങനെ ന്യൂട്രലായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് അറിയണം എന്നുള്ളതാണ് ആഗ്രഹം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് മുഴുവൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം അതിന് ചിലതിൻ്റെ പിന്നിൽ അജണ്ടകളുണ്ടായിരിക്കും, പ്രൊപ്പഗണ്ടകളുണ്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ വളരെ ജെന്യൂൻ ആയിട്ടുള്ളത് ചിലപ്പോൾ ഒറ്റ വരി 2 വരി ആയിട്ടുള്ള നമ്മൾ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർ എഴുതുന്നത് കാണുന്നത് അതും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയണത് വിമർശനങ്ങൾ തീർച്ചയായിട്ടും അപ്രിസിയേഷൻ്റെ പോലെ തന്നെ ഒരാൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ചിലപ്പോൾ എന്തിനാണോ അത് ആരും അങ്ങനെ വിമർശനങ്ങൾ എന്തോരം വിമർശനങ്ങളാണ്, എന്ത് രസമാണ് അത് കേൾക്കാൻ എന്ന് ആരും ചിന്തിക്കില്ല. വിമർശനങ്ങൾ നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാക്കുന്നതാണ്. അത് ആ വിഷമം ഉണ്ടാക്കുന്നത് നമുക്ക് ഇനി എങ്ങനെ വർക്ക് ചെയ്യാം, അങ്ങനെയാണ് നമ്മളതിനെ ചാനൽ ചെയ്യേണ്ടത്. അല്ലാതെ ഈ വിമർശനങ്ങൾ കൊണ്ട് നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് പണി നിർത്തി പോയി കഴിഞ്ഞാൽ അത് ദോഷഫലമാണ് ഉണ്ടാക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ സിനിമയുടെ പ്രൊമോഷനുകളും ഓരോ ചാനൽ മുമ്പിൽ പോയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലൊക്കെ ഈ പ്രൊമോഷൻ ഇരിക്കുമ്പോൾ ഇത്തരം ഒരു അപക്വമായ ചോദ്യം കേൾക്കുമ്പോൾ വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊമോഷനാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? തോന്നിയിട്ടൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവരെന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമുക്കതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റം എല്ലാ മേഖലയിലും സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ മീഡിയയിലാണെങ്കിലും ഒക്കെയും സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു മാറ്റമല്ല, ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞൊരു മാറ്റമാണ്. ഇതാണ് ന്യൂ നോർമൽ എന്നാണ് എല്ലാവർക്കും തോന്നുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മാത്രം ഇതിനെ വിമർശിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളപ്പോൾ അതുമായിട്ട് ബ്ലെൻഡിനായി പോവുക എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അല്ലെങ്കിൽ വിമർശിക്കാനൊന്നും നിൽക്കാതെ സ്വന്തം കാര്യം നോക്കി വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാതെയും ഇരിക്കാം. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീച്ച് കിട്ടാനായിട്ട് വേറെ വഴികളും നമുക്ക് നോക്കാം. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇതൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ള മാറ്റമല്ല. ഇത് തിരുത്തണം, അവർ തിരുത്തണം, ഇവർ തിരുത്തണം എന്നൊരു തിരുത്തൽവാദി ആവുന്നതിൽ അർത്ഥമില്ല. ഇതൊരു കാലഘട്ടത്തിൻ്റെതായിട്ടുള്ളൊരു മാറ്റമാണ്. പണ്ടത്തെ ഒരു 20 വർഷം മുമ്പോ 30 വർഷം മുമ്പോ ആൾക്കാർ ചിന്തിച്ചിരുന്ന അതേ രീതിയിലല്ല ഇപ്പോഴത്തെ ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റം എല്ലായിടത്തും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ മുമ്പത്തെ ജനറേഷൻ നമ്മളെ നോക്കിയിട്ട് ഇവന്മാരൊക്കെ എന്തും മണ്ടന്മാരാണ് എന്ന് ചിന്തിച്ചിരുന്നിട്ടുണ്ടാവാം. പക്ഷെ അത് അവരുടെ കാലഘട്ടത്തിൻ്റെ ചിന്തയും നമ്മുടെ കാലഘട്ടത്തിൻ്റെ ചിന്തയും തമ്മിലുള്ള അന്തരം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൻ്റെ ചിന്ത ചിലപ്പോൾ നമ്മളെക്കാൾ തൊട്ടടുത്ത ജനറേഷനെ നമ്മൾ ഇതെങ്ങോട്ടാണ് ഈ സമൂഹത്തിൻ്റെ പോക്ക് എന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും. അത് കാര്യം നമ്മൾ നമ്മുടെ ചിന്താഗതിയിൽ നിന്നിട്ട് അവർ നമ്മളെപ്പോലെ ആവണം എന്ന് ചിന്തിക്കുന്ന കാരണം കൊണ്ടാണ്. പക്ഷെ അവരുടെ ചിന്താഗതിയിൽ അവരാണ് റൈറ്റ്, നമ്മൾ ഇച്ചിരി ഓൾഡ് ആൾക്കാരായിട്ട് മാറുമായിരിക്കും. അപ്പോൾ ഈ ജനറേഷൻ്റെ വ്യത്യാസവും
കാലഘട്ടത്തിൻ്റെ മാറ്റവും ഇതിനൊക്കെ അനുസരിച്ച് നമ്മളെ തന്നെ നവീകരിച്ച് നമുക്ക് ഉള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമ്മളതിൽ ബ്ലെൻഡിനായി പോവുക എന്നുള്ളതല്ലേ ഏറ്റവും നല്ല രീതി. കെയോസ് ഒന്നും ഇല്ലാതെ പോവുക എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് രീതി എന്ന് എനിക്ക് തോന്നുന്നു. നല്ല ക്വാളിറ്റിയുള്ള സിനിമ ഇപ്പോൾ മലയാളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇതിനെ പോലെ ഇപ്പോൾ ഏറം എടുത്ത പോലെ ഇപ്പോൾ ടൊവിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് ഓൺ ആയിട്ടുണ്ടോ? ഏറാൻ പോലെ തന്നെ വേറെ ഒരു അപ്പോൾ പാൻ ഇന്ത്യ അങ്ങനെ റീച്ച് കിട്ടാൻ പറ്റുന്ന എന്തെങ്കിലും പ്രൊജക്റ്റ് ടൊവിനോയുടെ മനസ്സിലുണ്ടോ, അങ്ങനെ ഓൺ ആയിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ഐഡൻറ്റിറ്റി എന്നുള്ള സിനിമയും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ലാർജർ ഓഡിയൻസിന് അപ്പീലിംഗ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കാനാണ് സാധ്യത. അതിനകത്ത് ഫോറൻസിക് എന്നുള്ള സിനിമയുടെ സംവിധായകരാണ് അഖിൽ പോളും അനസ് ഖാനും. അവർ തന്നെയാണ് ഐഡൻറ്റിറ്റിയും ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അവർ ഈ പറഞ്ഞ ഇത്തിരി കുറച്ചും കൂടെ ബിഗ്ഗർ ഓഡിയൻസിന് അപ്പീലിംഗ് ആവുന്ന രീതിയിലാണ് ആ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരാണെങ്കിൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര റിസർച്ച് നടത്തുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ സേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ ജോലി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതും എൻ്റെ പ്രധാന ചിന്ത ഈ പറയണ പോലെ ഭയങ്കര സ്വാഗിൽ നടന്നു വരിക എന്നുള്ളതിനേക്കാൾ ഒരു ക്യാരക്ടറായിട്ട് നടന്നു വരിക എന്നുള്ളതാണ് ഞാൻ പ്രിഫർ ചെയ്യുക. ഞാൻ ആ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുമ്പോഴും അങ്ങനെ ഒരു പോസിറ്റീവ് ലീഡ് പ്രോട്ടഗണിസ്റ്റായിട്ട് ചെയ്യുമ്പോൾ പോലും ഇങ്ങനത്തെ ഒരു ഷോട്ട് ഏത് സിനിമയിൽ വന്നാലും ഒരേപോലെ നടക്കുക നല്ല സ്വാഗിൽ എന്നുള്ളതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുക, ഞാൻ ആ ക്യാരക്ടറിനൊരു നടത്തം വിചാരിച്ചിട്ടുണ്ടാകും. അതിൽ കൊണ്ടുവരാവുന്ന മാക്സിമം സ്വാഗ് കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ ക്യാരക്ടറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് ഒരു സ്വാഗ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറില്ല. ഞാൻ ഇതിലും അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അത് ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാൽ അതേസമയം ആസ് എൻ ആക്ടർ അത് ഭയങ്കര ലിമിറ്റിങ്ങുമാണ് ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്നുകൊണ്ട് ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നോക്കിയേക്കുന്നത്. പക്ഷെ ആ സിനിമ വെൽ റിസേർച്ച്ഡ് ആണ്. അതിനകത്ത് ആൾക്കാരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കുറേ കോണ്ടൻസ് ഉണ്ട്.